എൻ്റെ കുട്ടി പറഞ്ഞിട്ട് കേട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ്. പക്ഷെ കുട്ടികൾ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം കുട്ടികൾ ഒരു കാലത്തും പറഞ്ഞാൽ കേട്ടിട്ടില്ല. നിങ്ങൾ എപ്പോഴും വേണമെങ്കിലും എടുത്തോളൂ. കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ്. അവർ പിന്തുടരുന്നവരാണ്. അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. മാതാപിതാക്കൾ എന്ത് കാണിക്കുന്നു അത് അവർ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ സ്ലാങ്, ഇതെല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്യും. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മൾ എന്ത് പറയുന്നു അത് അവർ അബ്സോർവ് ചെയ്യും. കാരണം ബ്രെയിൻ ബ്ലാങ്ക് ആണ് ആദ്യത്തെ 3 വർഷം. ആദ്യത്തെ 6 വർഷമാണ് ബ്രെയിൻ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലോട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 വർഷം നിങ്ങൾ ആദ്യം കുട്ടിയോട് പറയുവാണ്, നീ വീഴും, നിനക്ക് കാല് വേദനിക്കും, പക്ഷെ കുഴപ്പമുണ്ടാവില്ല, നീ നടന്നോളൂ. നമ്മൾ എന്താണ് പറയുക കുട്ടിയോട്? നീ വീഴരുത് എന്നാണ് പറയുക. പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ല. എൻ്റെ കുട്ടി, ആ കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് സമൂഹത്തിൽ നിന്ന് വരിക, അവർ പഠിക്കുന്ന കാര്യം ഉൾക്കൊള്ളുന്നത്, അവരെങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്, അത് പ്രധാനപ്പെട്ട വിഷയം. അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഷ്യസ് പാരന്റിങ് വളരെ അത്യാവശ്യം. കഴിഞ്ഞ 17 വർഷമായി എഡ്യൂക്കേഷൻ രംഗത്തും അതുപോലെ തന്നെ കുട്ടികളുടെ മൈൻഡ് ഹെൽത്ത് റിസർച്ചിലും കേരളത്തിലും ഡൽഹിയിലുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബിനോയ് ജോണാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. സൂപ്പർ പാരന്റിംഗ് കോച്ചിങ് പ്രോഗ്രാം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്കറിയണം. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. സർ, അതായത് ഈ സ്നേഹവും ക്ഷമയും ഒക്കെ ചേർന്നതാണ് പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. അപ്പോൾ എന്താണ് പാരന്റിംഗ്? ജെന്റിൽ പാരന്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അല്ലേ? പാരന്റിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളുടെ മൊബൈൽ ഫോണിൽ പുതിയ ആപ്ലിക്കേഷൻസ് വരും. ഉം. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ അപ്ഗ്രേഡഡ് ആയിരിക്കും, ഏറ്റവും പുതിയ വെർഷൻസ് ആയിരിക്കും. എന്നതുപോലെ അതിൻ്റെ പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ പാരൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികൾ അവരൊരു പുതിയ അപ്ഡേറ്റഡ് വെർഷനായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പാരൻസും. ആ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും നന്നായി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ പാരൻറ്റിങ് എന്ന് ഈസിയസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതായത് കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള അവരുടെ സ്കില്ലിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം. ദാറ്റ്സ് കോൾഡ് പാരൻറ്റിങ്. ഓക്കെ, ഓക്കെ. നമുക്കിനി അടുത്തത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പാരൻറ്റിങ് എവല്യൂഷനെ കുറിച്ചിട്ടാണ്. പാരൻറ്റിങ് എവല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും എവല്യൂഷനിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. പാരൻറ്റിങ് അതുപോലെ തന്നെയാണ്. അത് അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി നമ്മൾ ശീലിച്ചു വന്ന ഒരു പാരൻറ്റിങ് മെത്തഡോളജി ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അവരുടെ ബ്രെയിൻ, അവരുടെ പെർഫോമൻസ്, അവരുടെ റെസ്പോൺസ്, ഇതെല്ലാം തന്നെ കാലഘട്ടത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സാഹചര്യങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ അധ്യാപകർ മാറുന്നു. നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ മാറുന്നു, പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സാധ്യതകൾ മാറുന്നു. പക്ഷെ അവിടെ ഈ പാരൻറ്റിങ്ങിനും ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ പാരൻറ്റിങ് എവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത്തരം ഒരു എവല്യൂഷൻ നമ്മളുടെ പാരൻറ്റിങ്ങിൽ സംഭവിച്ചിട്ടില്ല. 1950 മുതലാണ് പാരൻറ്റിങ് എവല്യൂഷനിലേക്ക് കടന്നിരിക്കുന്നത് ശരിക്കും. അത് പല 10 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ കാലഘട്ടങ്ങൾ കൊണ്ടാണ് മാറിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതായത് കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ ഗ്ലോബൽ ആക്സസ്, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പാരൻസിന് സാധിക്കാറില്ല പലപ്പോഴും. അതുകൊണ്ട് തീർച്ചയായിട്ടും പാരൻസിൻ്റെ പാരൻറ്റിങ് സ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അത് എവല്യൂഷനിലൂടെ കുട്ടികളുടെ ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് പാരൻറ്റിങ് കൃത്യമായ രീതിയിൽ നിന്ന് വർക്കൗട്ട് ആവുകയുള്ളൂ. സ്വാഭാവികമായ പാരന്റിങ് എന്നതല്ലേ ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ സത്യത്തിൽ ആ ഒരു രീതിയിലല്ലേ പണ്ടുകാലം മുതലേ വളർന്നു വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ പറയാൻ? സ്വാഭാവികമായ പാരൻറ്റിങ് എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെ വളർന്നു എന്നുള്ളത്, അതിൻ്റെ ചുറ്റുപാടുകളാണ് എന്നെ വളർത്തിയത്. എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല. നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ സ്കൂൾ സംവിധാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു തെറ്റ് കാണിച്ചാൽ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ ശിക്ഷിക്കാമായിരുന്നു, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാൾ, ഉം. നിങ്ങളുടെ അങ്കിൾ അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയുന്ന ആളുകൾ, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, ഇവരെല്ലാവരും നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു.
ഇന്ന് പാരൻറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകമാണ്. ഉം. അവിടെ കുട്ടികൾ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്താണ് അവർ പഠിക്കുന്നത്, എന്താണ് അവർ ഫോളോ ചെയ്യുന്നത് ആർക്കും അറിയില്ല. മാതാപിതാക്കൾക്ക് പോലും അറിയില്ല. എൻ്റെ കുട്ടി ജാപ്പനീസ് ലാംഗ്വേജ് 26 വാക്ക് സംസാരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ ജാപ്പനീസ് പഠിക്കുന്നുണ്ടെന്ന്. അതൊരു നല്ല കാര്യമാണ്. അതെ. പക്ഷേ 90% കുട്ടികളും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഫോളോ ചെയ്യുന്നതും ശരിയായ കാര്യങ്ങളെയല്ല. ശരിയായ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് ശരിയും തെറ്റും ആപേക്ഷികമാണ്. പക്ഷേ കുട്ടികൾ എന്താണോ കണ്ട് മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ പോകുന്നത് അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെയോ പുതിയൊരു സാങ്കേതികവിദ്യ പഠിക്കുന്ന പോലെയല്ല. അവരുടെ സ്വാഭാവികമായിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നും അവർ മാറുകയും ഒരു വിർച്വൽ വേൾഡിലോട്ട് അവർ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അവിടെയാണ് പാരൻറ്റിങ് വളരെ കോൺഷ്യസ് ആവേണ്ടത്. പാരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റമല്ല. എൻ്റെ കുട്ടി ആ കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യം ഉൾക്കൊള്ളുന്നത്, അവരെങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യുന്നത്, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഷ്യസ് പാരൻറ്റിങ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ പാരൻറ്റിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? പാരൻറ്റിങ്ങിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് പാരൻറ്റിങ് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്? എല്ലാ കാലഘട്ടത്തിലും പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും. പക്ഷേ നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പാരൻറ്റിങ് എന്തുകൊണ്ട് ആവശ്യമാകുന്നു, പാരൻസ് എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഉം. ഓക്കെ, പാരൻറ്റിങ് എപ്പോഴും ആവശ്യമുണ്ട്. അതായത് എല്ലാ ജീവികളും, നമ്മളെല്ലാ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളും എടുത്തോ പാരൻറ്റിങ് ഉണ്ട്. ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം. അതിനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും അതിനൊരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു കെയർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഉം. പാരൻറ്റിങ് എപ്പോഴും ഉണ്ടത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്, നമ്മൾ പൈഡ് പൈപ്പർ എന്ന് പറയുന്നൊരു കഥ കേട്ടിട്ടുണ്ടാവും. ഉം. ഒരാൾ ഒരു ഗ്രാമത്തിലുള്ള കുട്ടികളെ മുഴുവൻ അവരുടെ പൈപ്പിലൂടെ, ഒരു കഥ, പഴയ കഥയാണിത്, ഒരു കുഴലൂത്തുകാരൻ കൊണ്ടുപോകുന്ന കഥ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികളെ പണ്ട് പറഞ്ഞിരുന്ന കുട്ടികളെ പിടുത്തക്കാർ ഉം. എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് കുട്ടികളെ പിടുത്തക്കാർക്ക് പകരം തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള ഒരു കാലഘട്ടമാണ്. അത് പക്ഷേ ഡിജിറ്റൽ വേൾഡാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ അത് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന് തുടങ്ങുന്ന സമയം മുതൽ പാരൻറ്റിങ് ആവശ്യമാണ് ശരിക്കും. അല്ലെങ്കിൽ അത് ജനിക്കുന്നതിന് മുൻപ് പ്രീനാറ്റൽ പീരീഡിൽ മുതൽ പാരൻറ്റിങ് തുടങ്ങുന്നുണ്ട്. പാരൻസ് ആകാൻ പോകുന്നവർ എന്താണ് പാരൻറ്റിങ്, എന്തിന് ഞാൻ പാരൻറ്റിനെ കുറിച്ച് അറിയണം എന്നതിനെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുട്ടികളുടെ ഇമോഷൻസ് മുഴുവൻ നമ്മൾക്കറിയാം. എൻ്റെ കുട്ടി പറഞ്ഞിട്ട് കേട്ടില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ്. അതെ. പക്ഷേ കുട്ടികൾ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം കുട്ടികൾ ഒരു കാലത്തും പറഞ്ഞാൽ കേട്ടിട്ടില്ല. നിങ്ങൾ എപ്പോഴും വേണമെങ്കിലും എടുത്തോളൂ. കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ്, അവർ പിന്തുടരുന്നവരാണ്, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. മാതാപിതാക്കൾ എന്ത് കാണിക്കുന്നു അത് അവർ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം അവർ ഇമിറ്റേറ്റ് ചെയ്യും. അത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ സ്ലാങ്, ഇതെല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്യും. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരൻറ്റിങ് നമ്മളിങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും കുട്ടികൾ നമ്മൾ കാണിക്കുന്ന നമ്മളുടെ ചേഷ്ടകൾ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, നമ്മുടെ വോയിസ് മോഡുലേഷൻ, ഇതെല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് വളരുന്നത്. നമ്മൾ പ്രതികരിക്കുന്ന രീതികൾ കുട്ടികൾ സമൂഹത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പ്രതികരിച്ച് കാണിക്കും. അതുകൊണ്ട് പാരൻറ്റിങ് എങ്ങനെയാകണമെന്നുള്ളത് പാരൻ്റ് ആകാൻ പോകുന്ന ഓരോ ആളുകളും മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു തയ്യാറെടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണത് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലത്ത് ഈ പാരന്റിങ്ങിന് തയ്യാറെടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോൾ മുതലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതായത് ഒരു അച്ഛനും അമ്മയും ആകുന്നതിന് മുൻപ് ഉം. അവർ തീർച്ചയായിട്ടും തയ്യാറെടുക്കേണ്ടതുണ്ട്. അതെ. നമ്മളുടെ നാട്ടിൽ അങ്ങനെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. എൻ്റെ സാമ്പത്തികം ശരിയാവട്ടെ ആ. എന്ന് പറഞ്ഞ് പാരൻസ് തയ്യാറെടുക്കുമായിരുന്നു. തയ്യാറെടുക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ ആളുകൾ. പക്ഷേ അതല്ല തയ്യാറെടുപ്പ്. പൈസ റെഡിയാക്കിയിട്ട് കുട്ടി മതി, അല്ലെങ്കിൽ ഞാൻ പാരൻ്റ് ആകാം എന്ന് തയ്യാറാക്കുന്നതല്ല ശരിക്കും തയ്യാറെടുപ്പ്. ഇമോഷണലിയും നമ്മളൊരു മെച്യൂരിറ്റി അതിന് നേടണം. ഓക്കെ, നമ്മളുടെ തുടർച്ചയായി വരുന്ന നമ്മളുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ പാരൻ്റ് ആകാൻ പോകുന്നു എന്ന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. എൻ്റെ ഇമോഷൻസ്, ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഉം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രമാണ് നമുക്ക് പാരൻറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് ശരിക്കും കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സിംഗിൾ പാരൻറ്റും അതുപോലെ തന്നെ ന്യൂക്ലിയർ പാരൻസും ഉള്ള സമയമായതുകൊണ്ട് എൻ്റെ കുട്ടി എങ്ങനെ വളരണം അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയണമെങ്കിൽ ഉം. തീർച്ചയായിട്ടും ഞാൻ പാരൻറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുത്തേ പറ്റുള്ളൂ. അതെ. ഓക്കെ. ഒരു കാലഘട്ടത്തിൽ പാരൻസ് എന്ന് പറയുന്നത് രണ്ടുപേരല്ലായിരുന്നു, അച്ഛനും അമ്മയും മാത്രമല്ലായിരുന്നു. മുത്തശ്ശൻ, മുത്തശ്ശി, അങ്കിൾമാരുണ്ടായിരുന്നു, അവരുടെ ആൻറ്റിമാരുണ്ടായിരുന്നു, അയൽക്കാരുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരു പരിധിവരെ 20% വരെ അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നുള്ളൂ. മുത്തശ്ശിയും മുത്തച്ഛനും പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, വീട്ടിലുള്ളവർ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം. ഉം. ഇന്ന് അങ്ങനെയല്ല. അമ്മയോ അച്ഛനോ ആണ് പറയുന്ന കുട്ടിയോട്, നീ ഇത് ചെയ്താൽ മതി, നീ ഇത് ചെയ്യരുത്, നീ അവരോട് കൂട്ടുകൂടരുത്, നീ ഇന്ന സ്കൂളിൽ പോയാൽ മതി. കാരണം രണ്ട് പേരോ അല്ലെങ്കിൽ ഒരാളോ വളരെ കോൺഷ്യസ് ആയിട്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ മുന്നിൽ ഫോളോ ചെയ്യാനുള്ള ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തി എന്ന് പറയുന്നത് പാരൻസ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പാരൻറ്റിങ്ങിന് തയ്യാറെടുക്കുമ്പോഴാണ് ഈ കുട്ടി സംസാരിക്കുന്നത് എങ്ങനെയാണ്, കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ബോധ്യം പാരൻസിനും ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും സംസാരിക്കും, സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. അതിൽ ദേഷ്യപ്പെടലുണ്ടാവും, ഒച്ചയുണ്ടാവും, അലർച്ചയുണ്ടാവും, ചിലപ്പോൾ പാത്രം തല്ലി പൊട്ടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കുട്ടി കാണുകയാണ്. നിങ്ങൾ എത്ര പതുക്കെ സംസാരിക്കുന്നു, എത്ര കാമായി സംസാരിക്കുന്നു, കുട്ടി അതിൻ്റെ 10 മടങ്ങ് താഴെയായിരിക്കും സംസാരിക്കുക. അതായത് നിങ്ങൾ എത്ര പതുക്കെ സംസാരിക്കുന്നു, കുട്ടി അതിൽ പതുക്കെ സംസാരിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു, ഉം. അതിൻ്റെ 100x ആയിരിക്കും സംസാരിക്കുക. വ്യത്യാസം അതാണ്. ശരി. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മേലെ നിൽക്കാനായിരിക്കും കുട്ടി എപ്പോഴും ആഗ്രഹിക്കുക. കാരണം അവരെപ്പോഴും ഒരു അപ്ഡേറ്റഡ് വെർഷനാണ്. നമ്മൾ കരുതുന്നത് എൻ്റെ കുട്ടി ചെറുതാണെന്നാണ്, ഞാൻ അവനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കുട്ടി ഒരു അപ്ഗ്രേഡഡ് ഏറ്റവും ന്യൂ വെർഷനാണ്. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് വെർഷൻ. നമ്മുടെ ഓൾഡ് വെർഷൻ സിസ്റ്റത്തെ കുട്ടികളിലോട്ട് പഠിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ കുട്ടിയുടെ പുതിയ വെർഷനാണ് ആ കുട്ടി, അല്ലെങ്കിൽ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെന്ന് മനസ്സിലാക്കുകയും അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ മാറുകയാണ് വേണ്ടത്. അതാണ് എന്തുകൊണ്ട് പാരൻറ്റിങ്ങിന് നമ്മൾ തയ്യാറെടുക്കണം എന്ന് ചോദിച്ചാലുള്ള ഉത്തരം. സർ, നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, പാരന്റിങ് കോഷ്യന്റ് എന്നുള്ളൊരു വാക്ക്. ശരിക്കും എന്താണ് പാരന്റിങ് കോഷ്യന്റ്? ഓക്കെ. നമ്മളെല്ലാവരും സംസാരിക്കുന്ന, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ IQ കൂടിയ മനുഷ്യനാണ്. അത് ഇൻ്റലിജൻസ് കോഷ്യന്റ് നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കാണത്. ഉം. അത് കൂടാതെ പറയും നമ്മുടെ ഫീലിങ്സ് വെച്ചിട്ട് ഇമോഷണൽ കോഷ്യന്റ്, നമ്മൾ അതും പറയും. പിന്നെ അത് കൂടാതെ നമ്മൾ മറ്റൊരു വാക്ക് കൂടി പറയും, സോഷ്യൽ കോഷ്യന്റ്, SQ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് ഒരു അൽഗോരിതം ഉണ്ട്, നമ്മൾ അത് വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതെ. പക്ഷേ ഇത് മൂന്നും തുടങ്ങുന്നത് പ്രധാനപ്പെട്ട ഒരു വേറൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറുണ്ട്. ആ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്ന വേർഡാണ്. പാരൻറ്റിങ് കോഷ്യൻ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയോട് ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ നമ്മളുടെ കോൺഷ്യസ്നെസ് ഉം. അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നിലവിലത്തെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻ്റലിജൻസ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള കോഷ്യൻ, ഇത് മൂന്ന് ഫോം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഫോം ചെയ്യുന്നത് പാരൻറ്റിങ് കോഷ്യനിൽ നിന്നാണ്. അച്ഛനും അമ്മയും അവരുടെ പാരൻറ്റിങ് കോഷ്യൻ്റ് എങ്ങനെയാണ്, അതിനടിസ്ഥാനമാക്കിയാണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സോഷ്യൽ കോഷ്യൻ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇതാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പാരൻറ്റിങ് കോഷ്യനെ കുറിച്ച് സംസാരിച്ചത്. പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത് കുട്ടിയോട് മാതാപിതാക്കൾ ഇടപെടേണ്ട രീതി ഉം. അതെങ്ങനെയായിരിക്കണം, അതിൽ അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ട നമ്മളുടെ ദേഷ്യപ്പെടലുകളുണ്ടാവും, ഉം. നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതികളുണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതിനെയാണ് പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത്. പാരൻറ്റിങ് കോഷ്യൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്കതെങ്ങനെ റിയലൈസ് ചെയ്യാം, എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മളുടെ ദേഷ്യം, നമ്മളുടെ റെസ്പോൺസിങ് സിസ്റ്റം, ഉം. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കുട്ടികളിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ മാനേഴ്സുകൾ, നമ്മൾ വീട്ടിൽ നമ്മളുടെ ക്ലീനിങ് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം അതിൽ വരുന്നുണ്ട്.
അതായത് നമ്മളൊരു വീട്ടിൽ ഒരു കുട്ടി ആ സാഹചര്യത്തിലുള്ളപ്പോൾ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ പാരൻസ് എങ്ങനെയാണോ അവരുടെ ചുറ്റും ബിഹേവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത്. ഈ പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, മരിച്ചുപോയ ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് അഗ്നിച്ചിറകുകളുമായിട്ടാണ്. ഓക്കെ. ഈ അഗ്നിച്ചിറകുകളുമായി ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ ഇവരിത് വീശി അടിച്ച് പറക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. 15 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഈ കുട്ടികൾ വരുമ്പോൾ നമുക്ക് ഈ ചിറക് കാണാൻ പറ്റില്ല. പലപ്പോഴും ആ ചിറക് കൊണ്ടുവന്ന് കുട്ടിയും മറന്നു പോകും, പാരൻസും മറന്നു പോകും. അപ്പോൾ പാരൻറ്റിങ് കോഷ്യനെ കുറിച്ചിട്ട് നമുക്ക് അവിടെയാണ് സംസാരിക്കേണ്ടി വരുന്നത്. അതായത് 15 വർഷത്തെ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ 20 വർഷത്തെ പഠനത്തിന് ശേഷം ഒരു കുട്ടി തിരിച്ചു വരുമ്പോൾ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? സ്കൂൾ അധികൃതർ പറയുമോ ഞാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ കുട്ടി മോശമായതെന്ന്? പറയില്ല. നമ്മൾക്ക് നിറയെ കാണാൻ പറ്റും 10ാം ക്ലാസ് കഴിയുമ്പോൾ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നത്, A+ നേടിയിരിക്കുന്നത്. അതിന് ക്രെഡിറ്റ് അവരെടുക്കും. ഒരു കുട്ടി മോശമായാലും ആരും എടുക്കില്ല. ഒരു അധ്യാപകൻ എടുക്കില്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എടുക്കില്ല. അവിടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് പാരൻസിന് മാത്രമാണ്. അവിടെയാണ് പാരൻറ്റിങ് കോഷ്യൻ്റെ ഇമ്പോർട്ടൻസ്. പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സ്കിൽ, അവൻ്റെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻസ്, ഇതെല്ലാം തിരിച്ചറിയാൻ പാരൻസിന് വേണ്ട സ്കില്ലാണ് പാരൻറ്റിങ് കോഷ്യൻ. അത് ഒരു കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് കുട്ടി ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുക. ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, കളിക്കാനായിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കാൻ. ആ സമയത്ത് മാതാപിതാക്കൾ കുട്ടിയുമായി നടത്തുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകളെയാണ് നമ്മൾ പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെങ്ങനെയാകണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. പക്ഷേ പാരൻറ്റിങ് കോഷ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പാരൻസിനാണ്. ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായി നിറവേറ്റാൻ അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ പാരൻറ്റിങ് കോഷ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മളല്ലാതെ മറ്റാരും തിരിച്ചറിയില്ല. ഉം. അപ്പം എങ്ങനെയാണ് മാതാപിതാക്കൾ നമ്മുടെ മക്കളെ തിരിച്ചറിയുന്നത്? അത് അവരിലെ കഴിവുകൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു അവര്? കുട്ടികൾ എങ്ങനെയാണ് മാതാപിതാക്കളെ തിരിച്ചറിയുക? വളരെ എളുപ്പത്തിലുള്ള ഒരു ഉത്തരം, ഓരോ കുട്ടിയും അവരുടെ മാതാപിതാക്കളുടെ തുടർച്ചയാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഈ തുടർച്ച എന്ന് പറയുന്നത് ബയോളജിക്കലി ഉള്ള മാതാപിതാക്കളെ മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ബയോളജിക്കലി ഉള്ള മാതാപിതാക്കളുടെ തുടർച്ചയല്ല ശരിക്കും കുട്ടികൾ. കുട്ടികൾ തുടർച്ചയാവുന്നത് അവരിടപഴകുന്ന ചുറ്റുപാടുകൾ. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും വളരെ കോൺസായിട്ട് വളർത്തുന്ന കുട്ടികൾ, അവരോടൊപ്പം ചെലവഴിക്കുന്ന, അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന, ചിലവഴിക്കുന്ന എന്നുള്ള വാക്കല്ല നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം, ആ സമയമാണ് കുട്ടികൾ രൂപപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഘടകം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പാരൻസ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മളൊരു ബ്രോഡർ കാഴ്ചപ്പാടിലൂടെ കാണപ്പോഴും കുട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്നൊരു സംവിധാനം എന്നൊരു കാഴ്ചപ്പാടിൽ വേണം പാരൻസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കാണാനായിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഡിജിറ്റൽ വേൾഡാണ്. മൊബൈലാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കൾ. കുട്ടി മൊബൈലുണ്ടെങ്കിൽ ഉറങ്ങുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചികളല്ല കുട്ടികൾ രുചിക്കുന്നത്, മൊബൈൽ ഫോണിൽ തെന്നിമറയുന്ന കാഴ്ചകളാണ്. അപ്പോൾ എന്ന് പറയുക ഭക്ഷണത്തിനോട് കൂടെ അവർ കാണുന്നത് മൊബൈൽ ഫോണിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ വരുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, അതായത് പാരൻസ് എന്ന് പറയുന്ന, അത് രക്ഷാകർത്താക്കൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഗാർഡിയൻ. ശരിക്കും മാതാപിതാക്കൾക്ക് ആ റോളാണുള്ളത്. ഓക്കെ. പക്ഷെ കുട്ടികൾ അബ്സോർബ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളിൽ നിന്നല്ല കാര്യങ്ങൾ. പക്ഷേ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്, മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നതിന് ഒരു സൂപ്പർവിഷൻ വേണ്ട ആളുകളാണ് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ആണോ പാരൻസ് എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും അല്ല പലപ്പോഴും പാരൻസ് ആവുന്നത് ഇപ്പോൾ. പക്ഷെ പാരൻസ് ആവുന്ന സംവിധാനത്തെ മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും വേണം. അതിനാണ് മാതാപിതാക്കളുടെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടി വരുന്നത്. നമ്മൾ അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, രക്ഷാകർത്താക്കളും മാതാപിതാക്കളും രണ്ടായിട്ട് കാണണം.
രക്ഷാകർത്താക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അച്ഛനും അമ്മയും കുട്ടികളെ മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടി എന്താണ് പ്രതികരിക്കുന്നത്. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് എന്നോടൊരു അച്ഛനും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, മൊബൈൽ ഒരു ഒരു വാക്ക് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാലഘട്ടത്ത് ആ വാക്ക് വളരെ വളരെ അബ്യൂസ് ചെയ്യുന്നൊരു വാക്കായിരുന്നു. ആ കുട്ടി ഉപയോഗിക്കുകയാണ്. അച്ഛന് ഭയങ്കര വിഷമം, അമ്മയ്ക്കും ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായി അത് നോർമലൈസ് ചെയ്യപ്പെട്ടു ആ വാക്ക്. എവിടെ? സോഷ്യൽ മീഡിയയിൽ. കുട്ടി അവിടെ നിന്ന് അത് എടുത്തിരിക്കുന്നത്. അവരുടെ വീട്ടിൽ അത് ആരും ഉപയോഗിക്കുന്നില്ല. അതായത് കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതാപിതാക്കളല്ല. പക്ഷേ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാതാപിതാക്കൾ അറിയണം. അതെ. അപ്പോൾ അതിന് മാതാപിതാക്കൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. അതിനു വേണ്ടി മാതാപിതാക്കൾക്ക് തയ്യാറെടുക്കണം. എൻ്റെ കുട്ടി എന്ത് കാണുന്നു? എൻ്റെ കുട്ടി കാണുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ അവൻ പഠിക്കുന്നുണ്ട്? ഇത് മാതാപിതാക്കൾക്ക് അറിയാൻ വളരെ വളരെ ഈസിയാണ്. കാരണം കുട്ടിയോട് ക്വാളിറ്റി സമയം ചെലവഴിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ കുട്ടി ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു അച്ഛനും അമ്മയ്ക്കും. അതവരെവിടെയാണ്? കാരണം അതാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും കുട്ടികളോടുകൂടെ ക്വാളിറ്റി സമയം. ഇന്ന് ഒരു വീട്ടിൽ 5 6 മൊബൈൽ ഫോൺ, ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മൊബൈൽ ഫോണുള്ള കാലമാണ്. ഒരു വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ ഒരു 6 7 മൊബൈൽ ഫോൺ ഉണ്ടാവും മിക്കവാറും, മിനിമം. അതിൽ 2 സിം വെച്ചുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഗാഡ്ജറ്റുകൾ അവർക്ക് നൽകുന്ന അറിവുകളേക്കാൾ കൂടുതൽ അറിവുകളല്ലാത്ത അല്ലെങ്കിൽ അവർ അറിയേണ്ടതായിട്ട് വിഷയങ്ങളാണ്. ഇന്ന് നമുക്കൊരു കാര്യം ഒളിച്ചു വെക്കാൻ പറ്റില്ല കുട്ടികളോട്. പണ്ട് നമ്മൾ പറയും, എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ലോക്ക് ചെയ്ത് വെക്കും, കാരണം അഡൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുട്ടി കാണേണ്ടതില്ല എന്ന്. ഇന്നതിൻ്റെ ആവശ്യമില്ല. സാങ്കേതിക വിദ്യകളുണ്ട് കുട്ടികളെ ഒഴിവാക്കാൻ. പക്ഷേ കുട്ടികളിത് അറിയുന്നുണ്ട് പലപ്പോഴും. മാതാപിതാക്കൾ ഉപയോഗിക്കാത്ത വാക്കുകൾ, മാതാപിതാക്കൾ ഉപയോഗിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ കുട്ടി വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നു. അതെ. ഓക്കെ. കുക്ക് ചെയ്യാൻ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളുടെ കാര്യങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അറിയാൻ മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട്. ഇവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്. അതിന് മാതാപിതാക്കൾ അവർക്കൊരു സൂപ്പർവിഷൻ ഉം. തീർച്ചയായിട്ടും ഉണ്ടാവണം. പക്ഷേ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ സൂപ്പർവൈസറി സംവിധാനമല്ല. അവരോട് ചേർന്ന് നിന്നിട്ടുള്ള, അവരോടൊപ്പം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി സമയമാണ് മാതാപിതാക്കൾ തീർച്ചയായിട്ടും കുട്ടികളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സമയം. പാരന്റിങ്ങിൽ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് അധ്യാപകരും ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പം അധ്യാപകരുടെ ഒരു റോൾ എങ്ങനെയാണ് ഈ പാരന്റിങ്ങിൽ? ഓക്കെ. അതായത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന, നമുക്കെല്ലാവർക്കും പരിചയമാണ് അധ്യാപകർ എന്ന് പറയുന്ന ആളുകൾ. എന്നെ എല്ലാം പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകരാണ്, ടീച്ചേഴ്സാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനെയും അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഉം. നമുക്ക് അവരെ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് വിളിക്കാം. കാരണം നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റിൽ പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ സ്വാധീനം വരുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സൂയിസൈഡ് ചെയ്തു സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ ടീച്ചർ അബ്യൂസ് ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത്. അപ്പോൾ കുട്ടികൾ എത്ര സെൻസിറ്റീവാണ് എന്നുള്ളത് അധ്യാപകർ അറിയണം. നമ്മുടെ പഴയകാല അധ്യാപക രീതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉം. കുട്ടികളെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വളരെ ഭീകരമായിരിക്കും. കാരണം പണ്ട് ഒരു കുട്ടിയെ ചീത്ത പറഞ്ഞാൽ, തല്ലിയാൽ അല്ലെങ്കിൽ കളിയാക്കിയാൽ, നമുക്കറിയാം പല സ്കൂളുകളിലെയും അധ്യാപകർ നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനത്തിൻ്റെ ഒരു ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂർഡ് അല്ലാത്തൊരു സിസ്റ്റം ഉണ്ട്. കുട്ടികളെ സ്കിന്നിൻ്റെ നിറം പറഞ്ഞ് കളിയാക്കുക, അച്ഛൻ്റെ അമ്മയുടെയും ജോലി പറഞ്ഞ് കളിയാക്കുക, ഇതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇന്നും അതുണ്ട്, നമുക്ക് വളരെ ഫെമിലിയർ ആണത്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്ന പല കുട്ടികളും പണ്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് പോകുന്ന കുട്ടികളുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ അധ്യാപകർ കുട്ടി വന്ന് പറയുന്നത് മാതാപിതാക്കളോടാവാം, കുട്ടി പറയുന്നത് സഹപാഠികളോടാവാം. അപ്പോൾ അധ്യാപകർ ഇന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുകയും അവരുടെ ഇമോഷണൽ റെസ്പോൺസീവ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് അവരോട് പെരുമാറാൻ ഈ അധ്യാപകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സായി അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടവർ ഉം. അധ്യാപകർ, അതുകൊണ്ടാണ് പറഞ്ഞത് അധ്യാപകരല്ല നമുക്ക് വേണ്ടത്, ഫെസിലിറ്റേറ്റേഴ്സാണ്. ഇവരുടെ അപ്ഗ്രഡേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ദിവസം രാവിലെ 8:30 മുതൽ 3:30 വരെ അല്ലെങ്കിൽ 10 മണി മുതൽ 4 മണി വരെ വളരെ ഒരു വലിയ സമയം കുട്ടികൾ 15 വർഷക്കാലം ചെലവഴിക്കുന്നത് ഈ സ്കൂൾ സംവിധാനത്തിലാണ്, അധ്യാപകരോടൊപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നവർ ഫെസിലിറ്റേറ്റേഴ്സായി അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടവർ
അവർ അവരുടെ ഈ അധ്യാപക രീതിയെ ഉം. അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അക്കാഡമിക്കിനപ്പുറം കുട്ടികളുടെ ഇമോഷണൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, പേഴ്സണൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, സ്കില്ലിനെ മനസ്സിലാക്കാൻ, അവരുടെ വീക്ക്നെസ്സിനെ മനസ്സിലാക്കാൻ അവർ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ നോർത്തിലുള്ള ഒരു വർഷം വലിയൊരു ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവിടെ ചെല്ലുമ്പോൾ കുട്ടിയുടെ പാരൻസ് ഭയങ്കര വറീഡാണ്. കുട്ടി ഭയങ്കര പ്രശ്നക്കാരനാണ്. 4ൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പ്രശ്നക്കാരനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ അധികൃതർക്കൊരു രീതിയുണ്ട്. ഒരു കുട്ടി പ്രശ്നക്കാരനാണെന്ന് വെച്ചാൽ ആ കുട്ടിയെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഏത് വലിയ സ്കൂളാണെങ്കിലും ഏത് ചെറിയ സ്കൂളാണെങ്കിലും കുട്ടിയെ വിളിച്ച് നിർത്തും, മാതാപിതാക്കളെ വിളിച്ച് നിർത്തും, കുട്ടിയുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയും. കുട്ടി തലകുമ്പിട്ട് നിൽക്കും, മാതാപിതാക്കൾ അച്ഛൻ അമ്മയെ നോക്കും, അമ്മ മകനെ നോക്കും. ഇതൊരു സിസ്റ്റമാണ്, വർഷങ്ങളായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്? അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. പുള്ളി ഒരു IAS ഗ്രേഡിലുള്ള ഓഫീസറാണ്. അപ്പോൾ ഞാനും കൂടി പോയി. ഭയങ്കര പ്രശ്നമാണ്, ഫാമിലി ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുട്ടി ഭയങ്കര പ്രശ്നക്കാരനാണ്. സ്കൂൾ അധികൃതരൊക്കെ പറയാണ് കുട്ടി ഭയങ്കര പ്രശ്നമാണ്, ഡിസ്റ്റർബൻസ് ആണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ കുട്ടി ടേബിളിൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഇവന് അടിച്ചവൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സ്കൂളിലെ ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ മറ്റുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ടീച്ചർ, ഇവരൊക്കെ അവർക്ക് സജഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടി അതിന് ഒന്നും ഉം. സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അധ്യാപകൻ ഒരു സൊല്യൂഷൻ കൊടുത്തു. അതൊരു നല്ല സൊല്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു സൊല്യൂഷൻ? അപ്പോൾ കുട്ടിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കുക, 2 കാലും കൈയും വെച്ചിട്ട്. അപ്പോൾ കുട്ടി ടേബിളിലോട്ട് കൊണ്ടുവരത്തില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞ് കുട്ടി അത് ഒരു 3-4 ദിവസം മാനേജ് ചെയ്തു. 3-4 ദിവസം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, ഒരു സെർട്ടൺ ടൈം വരെ. പക്ഷെ അതിനുശേഷം കുട്ടിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ് ഒരു സൊല്യൂഷൻ? അതല്ല അതിനൊരു സൊല്യൂഷൻ. പക്ഷെ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ 3 വർഷം മുൻപുണ്ടായ സംഭവമാണ്, കോവിഡിന് ശേഷം. ഇന്ന് ആ കുട്ടി ഏറ്റവും നല്ല ഡ്രംസ് പ്ലേ ചെയ്യുന്ന കുട്ടിയാണ്. കാരണം അവൻ അക്കാഡമിക്കലി അവൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അവൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് അത്തരം ഒരു മേഖലയിലോട്ട് തിരിച്ചുവിടേണ്ടതാണ്. അപ്പോൾ അതാണ് അധ്യാപകരുടെ ആവശ്യം. അധ്യാപകർ കുട്ടിയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അപ്പോഴും അവൻ്റെ സ്ട്രെങ്ത്താണ്. അത് തിരിച്ചറിയാനുള്ള ബോധ്യം ഉള്ള ഫെസിലിറ്റേറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്ന് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയ പാരന്റിങ് രീതികളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനേക്കാൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉം. പുതിയ രീതിയിലെ പാരന്റിങ് അതെങ്ങനെയാണ്? ശരിക്കും പാരൻറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങണം. നമുക്കറിയാം, ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുതിയ സ്കൂളുകളിലോട്ട് അഡ്മിഷൻ എടുത്ത് പോകുന്നത്. ശരിക്കും പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഉം. പാരൻറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടി ജനിച്ച് വെരി നെക്സ്റ്റ് ഡേ മുതൽ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓ. ഓക്കെ, അത് ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട 2 സ്കില്ലുകൾ അല്ലെങ്കിൽ വേണ്ട 2 ക്വാളിറ്റികൾ ജനിക്കുമ്പോൾ മുതൽ അത് ശീലിച്ചു തുടങ്ങും അവർ. അതിലൊന്നാമത്തെ കാര്യം ഭയമില്ലായ്മയാണ്. ഉം. ഒരു കുട്ടി ഉറങ്ങാതിരിക്കാൻ എന്നൊരു സാഹചര്യം കൊണ്ട് നമ്മൾ പേടിപ്പിക്കും കുട്ടിയെ. ഭക്ഷണം കഴിക്കാത്ത സാഹചര്യം കൊണ്ട് ഭയപ്പെടുത്തും. അപ്പോൾ കുട്ടിക്ക് ആദ്യം നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഭക്ഷണത്തിനേക്കാൾ മുമ്പും ഉറങ്ങുന്നതിന് മുൻപും ഭയമാണ്. അപ്പോൾ ഒരു ഭയമില്ലാത്ത കുട്ടിയെ രൂപപ്പെടുത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് പാരൻസിനാണ് സാധിക്കുക. അതിന് സാധിക്കുന്ന അമ്മയ്ക്കാണ് അല്ലെങ്കിൽ അച്ഛനാണ്. രണ്ടാമത്തത്, നമ്മൾ കുട്ടി നടന്ന് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ഒരു വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കുട്ടിയോട് പറഞ്ഞു നടക്കുന്നത് നീ വീഴരുതെന്നാണ് കുട്ടിയോട് പറഞ്ഞു നടക്കുക. ഉം, ഉം, ഉം. ഈ ലോകത്ത് വീഴാത്ത ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികളും വീണിട്ടുണ്ട്, ഞാനും നിങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ കുട്ടിയെ വീഴാതിരിക്കുക എന്നതിനേക്കാൾ ഉപരി അത് വീണ് കഴിയുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, ഈ 2 കാര്യങ്ങൾ, ഒന്ന് ഭയമില്ലാതെ വളർത്തുക, ഒന്ന് വീഴുക എന്നുള്ളതൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യം കുട്ടി ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് വീഴുക എന്നുള്ളത്. നമ്മൾ ഇഷ്ടം പോലെ വീഴാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി. അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ കുട്ടിയോട് പറയുവാണ് നീ വീഴും, നീ വീണിട്ട് എഴുന്നേൽക്കും, നീ നടക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാം, എൻ്റെ കുട്ടിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണോ? 1 വയസ്സുള്ള 8 മാസമുള്ള കുട്ടിയോട് അതെങ്ങനെ മനസ്സിലാക്കുമെന്ന്? നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മൾ എന്ത് പറയുന്നു അതവർ അബ്സോർബ് ചെയ്യും. ഉം. അത് കാരണം ബ്രെയിൻ ബ്ലാങ്ക് ആണ് ആദ്യത്തെ 3 വർഷം.
ആദ്യത്തെ 6 വർഷമാണ് ബ്രെയിൻ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലോട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 വർഷം നിങ്ങൾ ആദ്യം കുട്ടിയോട് പറയുവാണ്, "നീ വീഴും. നിനക്ക് കാല് വേദനിക്കും പക്ഷെ കുഴപ്പമുണ്ടാവില്ല. നീ നടന്നോളൂ." നമ്മൾ എന്താണ് പറയുക കുട്ടിയോട്? "നീ വീഴരുത്" എന്നാണ് പറയുക. അപ്പോൾ പാരന്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടി ജനിച്ച് കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങുമ്പോൾ, ഉം. കുട്ടി ഉറങ്ങുമ്പോൾ, കുട്ടി നടന്നു തുടങ്ങുമ്പോൾ, അപ്പോൾ മുതൽ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു കുട്ടിയെ നിങ്ങൾ എത്രത്തോളം കോൺഷ്യസ് ആയി പാരന്റിങ് ചെയ്യാൻ ശീലിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഭാവി. ആ കുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയാണ്. അപ്പോൾ കുട്ടിയുടെ പാരന്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് അവനോട് പറഞ്ഞ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നും, നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവനെ നടക്കാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതുമാണ്. ഓക്കെ. നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആലിയ ഭട്ടിൻ്റെ മകള്, ആലിയ ഭട്ടിൻ്റെ മകളാണ് എനിക്ക് തോന്നുന്നു, ഉം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ധോണിയുടെ മകൾ, ഒരു മലയാളം പാട്ട് പാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉം. അതായത് മലയാളം പാട്ട്. അപ്പോൾ നോർത്തിലൊക്കെ ഈ മലയാളി പാരൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് പ്രധാനപ്പെട്ട ആളുകൾ കുട്ടിയെ പാരന്റിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഹയർ ചെയ്യാണ്. ഓക്കെ. ടെക്നിക്കലി അവർ പ്രൊഫഷണൽ പാരൻസ് ആണ്. അപ്പോൾ ചോദിക്കും, പൈസ കൊടുത്ത് മേടിക്കുന്ന പാരൻറ്റോ? പക്ഷേ അല്ല. ഒരു കുട്ടിയുടെ ഫോർമേഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. ഉം. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കുട്ടി പറയണം, നടക്കുമ്പോൾ എന്ത് പറയണം, ആ കുട്ടി എങ്ങനെയാണ് ആ കുട്ടിയുടെ റെസ്പോൺസീവ് സിസ്റ്റം രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ കുട്ടിയോട് ഞാൻ ചോദിക്കുന്നതിന് ഞാൻ കുട്ടിയോട് ഉത്തരം പറയുന്നതും കുട്ടി തിരിച്ച് അപ്ലൈ ചെയ്യും അത്. അതെ. അപ്പോൾ അതിനൊരു പ്രൊഫഷണൽ പാരന്റിങ് വേണം. നമ്മുടെ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്നത്, ഞാൻ കുട്ടിയോട് നമ്മൾ പറയുന്നൊരു വാക്കാണ്, ഞാൻ കുട്ടിയോട് ഫ്രണ്ട്ലി ആണ്. ഒരു കാലഘട്ടത്തിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കാണത്. കുട്ടിയോട് ഫ്രണ്ട്ലി. ഞാൻ ഫ്രണ്ട്ലി ആണ് സിൻസ് ആസ് എ പാരന്റ്, അച്ഛൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്. ഉം. ഉം. പക്ഷെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാരന്റ് ആവാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു പാരന്റ് ആയ ആൾക്കൊരു ഫ്രണ്ട് ആകാൻ പറ്റും. ഉം. അപ്പോൾ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്ന, പ്രത്യേകിച്ചും ആൽഫ, നമ്മൾ ജെൻസിയെ കുറിച്ച് സംസാരിക്കുന്നു. ജെൻസീസ്. ജെൻസി കഴിഞ്ഞു. ആൽഫ ജനറേഷൻ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആൽഫ ജനറേഷനാണ്. കഴിഞ്ഞ വർഷം ജനിച്ച കുട്ടികൾ പുതിയ വെർഷനാണ്. ദേ ആർ ബീറ്റ. 2025 ജനിച്ച കുട്ടികൾ ബീറ്റ ജനറേഷനാണ്. ബീറ്റ ജനറേഷനിൽ ഉള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ്. അതെ. നമ്മൾ ഡിജിറ്റൽ വേൾഡിനെ ശീലിച്ചവരാണ്. അവരവിടെ ജീവിക്കുന്നവരാണ്. വ്യത്യാസം രണ്ടും രണ്ടാണ്. ശീലിക്കുന്നതും ജീവിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്നവർ നമ്മളുടെ കുട്ടികളെ തീർച്ചയായിട്ടും കൃത്യമായ പാരന്റിങ്ങിലൂടെയല്ല വളർത്തിയെടുക്കുന്നതെങ്കിൽ, അവർ വളർന്നോളും, നമ്മൾ വളർത്തിയെടുക്കണ്ട, പക്ഷെ അവർ വളർന്നോളും. പക്ഷെ 6 വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മുടെ കുട്ടിയെ മുന്നോട്ട് നയിക്കും. ഉം. അതിന് ന്യൂജൻ പാരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണത്. നമ്മൾ എന്താണോ നമ്മൾ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത്, അതെങ്ങനെയാകണം എന്നുള്ളത് നമ്മൾ ശീലിച്ചാൽ മതി. അതിന് നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം.